മനുഷ്യൻ പുരാതന കാലം മുതൽക്കേ മത്സ്യബന്ധനത്തെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു ജീവിയാണ്. നമ്മുടെ ഭക്ഷണക്രമത്തിൽ മത്സ്യം ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. എന്നാൽ ഈ പ്രക്രിയയിൽ നമ്മൾ എത്രത്തോളം മനുഷ്യത്വപരമായ സമീപനം സ്വീകരിക്കുന്നുണ്ട് എന്നതിനെക്കുറിച്ച് പലപ്പോഴും ആഴത്തിൽ ചിന്തിക്കാറില്ല. മത്സ്യങ്ങൾക്ക് വേദന അനുഭവിക്കാൻ കഴിയുമോ എന്ന ചോദ്യം ഒരുപാട് കാലങ്ങളായി ചർച്ചയിലുള്ള വിഷയമാണ്. ഈയിടെ സയന്റിഫിക് റിപ്പോർട്ട്സ് എന്ന ജേണലിൽ പ്രസിദ്ധീകരിച്ച ഒരു പുതിയ ശാസ്ത്രീയ പഠനം ഈ ചോദ്യത്തിന് നിർണായകമായൊരു ഉത്തരം നൽകിയിരിക്കുന്നു. മനുഷ്യന്റെ ഭക്ഷണത്തിനായി പിടിക്കപ്പെടുന്ന റെയിൻബോ ട്രൗട്ട് പോലുള്ള മത്സ്യങ്ങൾക്ക് വെള്ളത്തിൽ നിന്നും പുറത്തെടുത്ത ശേഷം 2 മുതൽ 20 മിനിറ്റ് വരെ കഠിനമായ വേദന അനുഭവപ്പെടുന്നുണ്ടെന്നാണ് ഈ പഠനം വ്യക്തമാക്കുന്നത്. ഈ കണ്ടെത്തലുകൾ മത്സ്യബന്ധന രീതികളെയും ഭക്ഷ്യോൽപാദനത്തിലെ നൈതികതയെയും കുറിച്ച് ഗൗരവമായ ചിന്തകൾക്ക് വഴിയൊരുക്കുന്നുണ്ട്. മത്സ്യങ്ങളെ കൊല്ലാനായി സാധാരണയായി ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് വായു, അതായത് ശ്വാസം മുട്ടിക്കൽ. ഈ രീതിയെക്കുറിച്ചുള്ള പഠനത്തിലാണ് ഞെട്ടിക്കുന്ന ഈ കണ്ടെത്തൽ. ശരാശരി റെയിൻബോ ട്രൗട്ട് ഈ പ്രക്രിയയിൽ 10 മിനിറ്റ് നേരത്തേക്ക് മിതമായതോ കഠിനമായതോ ആയ വേദന സഹിക്കുമെന്ന് പഠനം പറയുന്നുണ്ട്. വായുവുമായി സമ്പർക്കത്തിൽ വന്നാൽ 1 മിനിറ്റിനുള്ളിൽ മത്സ്യങ്ങൾ കഠിനമായ സമ്മർദ്ദ ലക്ഷണങ്ങൾ കാണിക്കാൻ തുടങ്ങുമെന്നാണ് പഠനം പറയുന്നത്. ഈ സമ്മർദ്ദ പ്രതികരണം സാധാരണയായി മത്സ്യബന്ധന വേളയിൽ ഉണ്ടാകുന്ന തിരക്ക് കൈകാര്യം ചെയ്യൽ അല്ലെങ്കിൽ ഓക്സിജന്റെ അളവ് കുറയുന്നത് എന്നിവ മൂലം ഉണ്ടാകുന്ന സമ്മർദ്ദത്തേക്കാൾ വളരെ തീവ്രമാണ്. ഇതിന് പിന്നിലെ ശാരീരികമായ കാരണങ്ങളും പഠനം വിശദീകരിക്കുന്നുണ്ട്. കേവലം 60 സെക്കൻഡിനുള്ളിൽ മത്സ്യങ്ങൾക്ക് ഹൈഡ്രോ മിനറൽ അസന്തുലിതാവസ്ഥ അനുഭവപ്പെടാൻ തുടങ്ങുന്നു. ഇത് അവയുടെ ശരീരത്തിലെ ജലത്തിന്റെയും ധാതുക്കളുടെയും സന്തുലിതാവസ്ഥയിലെ ഒരു തകരാറാണ്. മനുഷ്യരിൽ അനുഭവപ്പെടുന്ന നിർജ്ജലീകരണത്തിന് സമാനമായ ഒരു അവസ്ഥയാണിത്. ഈ അസന്തുലിതാവസ്ഥ അവയുടെ വേദനയും അസ്വസ്ഥതയും വർദ്ധിപ്പിക്കുന്നു. ഒരു മത്സ്യം വെള്ളത്തിൽ നിന്നും പുറത്താക്കപ്പെടുമ്പോൾ അതിൻ്റെ ഗില്ലുകൾക്ക് ശരിയായി പ്രവർത്തിക്കാൻ കഴിയാതെ വരികയും ഓക്സിജൻ ലഭ്യത കുറയുകയും ചെയ്യുന്നു. ഇത് ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനങ്ങളെ ബാധിക്കുകയും ക്രമേണ മരണം സംഭവിക്കുകയും ചെയ്യുന്നു. ഈ പ്രക്രിയ മുഴുവൻ സമയവും മത്സ്യം ബോധാവസ്ഥയിലായിരിക്കുകയും കഠിനമായ വേദന അനുഭവിക്കുകയും ചെയ്യുന്നുവെന്നതാണ് ഈ പഠനത്തിന്റെ കാതൽ. അതോടൊപ്പം ചിലയിടങ്ങളിൽ മത്സ്യങ്ങളെ തണുത്ത വെള്ളത്തിൽ അല്ലെങ്കിൽ പലപ്പോഴും ഐസ് വെള്ളത്തിലിട്ട് കൊല്ലുന്ന രീതിയും പ്രചാരത്തിലുണ്ട്. ഈ രീതി കൂടുതൽ വേഗത്തിൽ മത്സ്യങ്ങളെ കൊല്ലുമെന്ന ഒരു തെറ്റിദ്ധാരണ നിലവിലുണ്ട്. എന്നാൽ പഠനം പറയുന്നത് ഈ രീതി കൂടുതൽ വേദനാജനകമാണെന്നതാണ്. ഐസ് വെള്ളത്തിൽ മത്സ്യങ്ങളുടെ മെറ്റബോളിസം മന്ദഗതിയിലാക്കുന്നു, അതായത് അവയുടെ ശാരീരിക പ്രവർത്തനങ്ങൾ സാവധാനത്തിലാക്കുന്നു. ഇതിന്റെ ഫലമായി അവയ്ക്ക് ബോധം നഷ്ടപ്പെടാൻ കൂടുതൽ സമയമെടുക്കും. തൽഫലമായി അവ കൂടുതൽ നേരം ജീവനോടെയും വേദനയോടെയും തുടരും. മരവിച്ച് മരിക്കുന്ന അവസ്ഥ മനുഷ്യർക്ക് എത്രമാത്രം വേദനാജനകമാണോ അതിന് സമാനമായ അവസ്ഥയിലൂടെയാണ് മത്സ്യങ്ങളും കടന്നു പോകുന്നത്. ഈ രീതി മൃഗങ്ങളോടുള്ള ക്രൂരതയുടെ മറ്റൊരു ഉദാഹരണമായി ഈ പഠനം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതോടൊപ്പം മത്സ്യങ്ങളെ അറക്കുന്നതിന് കൂടുതൽ മാനുഷികമായ ഒരു രീതി ഗവേഷകർ നിർദ്ദേശിക്കുന്നുണ്ട്: ഇലക്ട്രിക് സ്റ്റണ്ണിംഗ്. ശരിയായ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ ഈ രീതി ഉപയോഗിച്ച് മത്സ്യങ്ങൾക്ക് അനുഭവപ്പെടുന്ന വേദന കാര്യമായി കുറയ്ക്കാൻ സാധിക്കും. ഇലക്ട്രിക് സ്റ്റണ്ണിംഗ് 1 നിമിഷം കൊണ്ട് മത്സ്യങ്ങളെ ബോധരഹിതമാക്കാൻ സഹായിക്കുന്നുണ്ട്. ഇത് അവയുടെ ഞരമ്പ് വ്യവസ്ഥയെ സ്തംഭിപ്പിക്കുകയും വേദന അനുഭവിക്കുന്ന കഴിവ് ഇല്ലാതാക്കുകയും ചെയ്യുന്നുണ്ട്. തുടർന്ന് അവയെ കൊല്ലുമ്പോൾ വേദനയോ ബുദ്ധിമുട്ടോ അനുഭവിക്കാതെ മരണം സംഭവിക്കുന്നു. യൂറോപ്യൻ യൂണിയനിലെ പല രാജ്യങ്ങളിലും ഇലക്ട്രിക് സ്റ്റണ്ണിംഗ് ഒരു നിർബന്ധിത രീതിയായി മാറിയിട്ടുണ്ട്. ഇത് മത്സ്യങ്ങളുടെ ക്ഷേമത്തിന് മുൻഗണന നൽകുന്നു എന്ന ഒരു സമീപനം കൂടിയാണ്. അതോടൊപ്പം ഈ പഠനം സാമ്പത്തികമായിട്ടും പ്രാധാന്യമർഹിക്കുന്നുണ്ട്. പഠനം പറയുന്നത് ചെലവഴിക്കുന്ന ഓരോ ഡോളറിനും മൃഗങ്ങളുടെ കഷ്ടപ്പാട് 1 മുതൽ 20 മണിക്കൂർ വരെ കുറയ്ക്കാൻ കഴിയുമെന്നതാണ്. ഇത് മാനുഷികമായി മാത്രമല്ല, വളരെ ചെലവ് കുറഞ്ഞതുമാണ്. മൃഗങ്ങളുടെ ക്ഷേമത്തിന് നിക്ഷേപിക്കുന്നത് ഒരു പാഴ്ചെലവല്ല, മറിച്ച് അത് പ്രായോഗികവും സാമ്പത്തികമായി ലാഭകരവുമാണെന്ന് ഈ കണ്ടെത്തൽ വ്യക്തമാക്കുന്നു. മൃഗങ്ങളുടെ ക്ഷേമം വിലയിരുത്തുന്നതിനുള്ള സുതാര്യമായ മാർഗം നൽകുന്ന വെൽഫെയർ ഫുട് പ്രിന്റ് ഫ്രെയിംവർക്ക് എന്ന ശാസ്ത്രീയ മാതൃകയാണ് പഠനം ഉപയോഗിച്ചതെന്നും ഗവേഷണത്തിന്റെ സഹരചയിതാവായ വ്ളാഡിമർ അലോൺസോ വിശദീകരിച്ചു. ഈ ചട്ടക്കൂട് മൃഗങ്ങൾക്കൊരു നിശ്ചിത കാലയളവിൽ അനുഭവിക്കേണ്ടി വരുന്ന വേദനയുടെയും ദുരിതത്തിന്റെയും അളവ് കണക്കാക്കാൻ സഹായിക്കുന്നു. ഇത് നയരൂപകർത്താക്കൾക്ക് കൂടുതൽ വിവരങ്ങൾ നൽകിക്കൊണ്ട് ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കും. ഈ കണ്ടെത്തലുകൾക്ക് ആഗോളതലത്തിൽ വലിയ സ്വാധീനം ചെലുത്താൻ കഴിയും. ലോകമെമ്പാടും ഓരോ വർഷവും കൊല്ലപ്പെടുന്ന 2.2 ട്രില്യൺ വന്യമത്സ്യങ്ങളുടെയും 171 ബില്യൺ വളർത്തു മത്സ്യങ്ങളുടെയും കഷ്ടപ്പാടുകൾ കുറയ്ക്കാൻ നയരൂപകർത്താക്കളെ ഈ പഠനം സഹായിക്കുമെന്നും ഗവേഷകർ വിശ്വസിക്കുന്നുണ്ട്. മത്സ്യങ്ങളോടുള്ള മനുഷ്യത്വപരമായ സമീപനത്തിന്റെ പ്രാധാന്യം മാത്രമല്ല, ഭക്ഷ്യോൽപാദന രീതികൾ കൂടുതൽ മൃദുലമാക്കുന്നതിൽ ശാസ്ത്രത്തിനും നയങ്ങൾക്കും ഒരുമിച്ച് പ്രവർത്തിക്കാനുള്ള സാധ്യതയും ഈ പഠനം എടുത്തു കാണിക്കുന്നുണ്ട്. നമ്മുടെ സമൂഹം മൃഗങ്ങളോടുള്ള നമ്മുടെ കടമകളെക്കുറിച്ച് കൂടുതൽ ബോധവാന്മാരായിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ മത്സ്യങ്ങളുടെ വേദനയെക്കുറിച്ചുള്ള ഈ പഠനം ഒരു വഴിത്തിരിവായേക്കാം. ഇത് കേവലം നിയമനിർമ്മാണത്തിന് വേണ്ടിയുള്ള ഒരു ആഹ്വാനം മാത്രമല്ല,
മറിച്ച് നമ്മുടെ ഭക്ഷണത്തിനായി ഉപയോഗിക്കുന്ന ജീവികളോട് നമ്മൾ എങ്ങനെ പെരുമാറുന്നു എന്നതിനെക്കുറിച്ചുള്ള നമ്മുടെ മനോഭാവത്തിൽ ഒരു മാറ്റം വരുത്താനുള്ള ആഹ്വാനം കൂടിയാണ്. മത്സ്യബന്ധന വ്യവസായം ഈ കണ്ടെത്തലുകൾ ഉൾക്കൊള്ളുകയും കൂടുതൽ മാനുഷികമായ രീതികൾ അവലംബിക്കുകയും ചെയ്യുന്നത് ഒരു നല്ല മാറ്റത്തിന് തുടക്കമിടും. ഭാവിയിൽ വേദനയില്ലാത്ത മത്സ്യബന്ധനം എന്നത് ഒരു വിദൂര സ്വപ്നമായിരിക്കില്ല, മറിച്ച് ഒരു യാഥാർത്ഥ്യമായിരിക്കും.